ഒരു മോൻ എൻ്റെ അടുക്ക് വന്നു. അപ്പം വന്നിട്ട് പറഞ്ഞോ, എനിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന, ഉറപ്പിച്ചിട്ടില്ലേ, കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചിന് ക്യാൻസറാണ്. കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചിന് ക്യാൻസറാണ്. മോക്കളെ അവൻ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു ഇനി വേണ്ടെന്ന്, അവളും പറഞ്ഞു വേണ്ടെന്ന്, എനിക്ക് ക്യാൻസറാണ്, നിനക്ക് നല്ല പിള്ളേരെ കിട്ടും, നീ കെട്ടിക്കോ. വീട്ടുകാർ പറഞ്ഞു നീ എന്നാ കണ്ടുകൊണ്ടാ ഇവളെ കെട്ടാൻ പോണേ, ഇവക്ക് ക്യാൻസറാ. കല്യാണം ഉറപ്പിച്ചിട്ട് പോലും ഇല്ല. കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് ഈ സംഭവം. അവളെ അച്ഛനടുക്ക് വന്നു. എന്നെ അമ്മ കൊണ്ടുവന്നിരിക്കുക മോനെ കൊണ്ട്. അച്ഛൻ പറഞ്ഞു കൊടുക്കും, പിന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കച്ചോ, അവളെ കെട്ടേണ്ടെന്ന് പറഞ്ഞു കൊടുക്കച്ചോ. അമ്മ മാറി നിൽക്കുക, ഇവൻ്റെ കുടുംബക്കാരില്ല, ഞാൻ അവനോട് സംസാരിക്കട്ടെ. ഞാൻ മോനെ, ക്യാൻസർ ഉള്ളൊരു പെൺകുട്ടിയെ കെട്ടണം നിനക്ക്. അവനെന്നോട് ചോദിച്ചാ, മനസ്സമ്മതം കഴിഞ്ഞിട്ട് അവൾക്ക് ക്യാൻസർ വന്നാലോ? അല്ലച്ചാ, കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറയണേ. കണ്ടേ അന്ന്, അവളോട് സംസാരിച്ചു തുടങ്ങിയ അന്ന് അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം ഒന്നേ കഴിഞ്ഞതാ അച്ഛ. നീ അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, മോനെ മനസ്സമ്മതം നടക്കട്ടെ, മോനെ കല്യാണം നടക്കട്ടെ. അമ്മ അപ്പുറത്തുനിന്ന് കേട്ടു, നടക്കത്തില്ല ഈ കല്യാണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, എനിക്ക് ഇവനോട് പറയാനുള്ള, നിനക്ക് അത്രമേൽ ധൈര്യമുണ്ടെങ്കിൽ, നിനക്ക് അത്രമേൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കോ. വിശ്വസിക്കുക, അങ്ങ് വിശ്വസിച്ച മക്കളെ. മനസ്സമ്മതം നടന്നു, 5-6 പേര്. കല്യാണം നടന്നു, 10-20 പേര്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരുണ്ട്, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരോ. അമ്മയൊന്നും വന്നില്ല. കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി. അവള് പിന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻസറിന് ചികിത്സയായിരുന്നു. 2 മാസം 3 മാസം കൊണ്ട് അവളുടെ ശരീരത്തിൽ ക്യാൻസർ പോയി. അവർ സുഖമായിട്ട് ജീവിക്കുക. ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല ഇത്, എനിക്ക് 2-3 കഥകൾ ഇത് പറയാനുണ്ട്. നിങ്ങൾ ചവിട്ടിക്കേറിയ മണ്ണായിരുന്നു നിങ്ങളെന്ന് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ? വെറും ഒരുപിടി മണ്ണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച നിങ്ങളുടെ അപ്പൻ അല്ല അപ്പൂപ്പൻ ആരെങ്കിലും ആട്ടെ, ഒരുപിടി മണ്ണായിട്ട് അവിടെ കിടപ്പുണ്ട്. ഞാൻ തിരിച്ചു പറയുക, നീ ഒരുപിടി മണ്ണായിരുന്നെന്ന് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപിടി മണ്ണായിരുന്ന നിന്നിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം വന്നപ്പോഴാണ് നീ മനുഷ്യനായി മാറിയതെന്ന്, നീ പുരോഹിതനായി മാറിയതെന്ന്, ഒരു വ്യക്തിയായി മാറിയതെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കനിപ്പില്ലയോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ കണ്ടോ പൊടിമണ്ണായിട്ട് മാറുക. Dust will return to dust. Dust will return to dust. നീ മണ്ണായതുകൊണ്ട്, പൊടിയായതുകൊണ്ട് മരിച്ചു കഴിയുമ്പോ നീ പൊടിയായിട്ട് മാറുന്നത്. ദേവങ്ങളെ പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കാൻ വേണ്ടി പരിശോധന ഇമേജ് ആയിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് കാണിച്ചതൊരു അടയാളം ഞാൻ നിങ്ങളോട് ഇപ്പൊ പങ്കുവെക്കുന്നത്. ഇന്ന് കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണിച്ചതൊരു സാധനമായത്. നീ വെറും പൊടിയാ, നീ വെറും മണ്ണ. ഇന്ന് നിന്റെ ആരോഗ്യവും നിന്റെ സൗന്ദര്യവും നിന്റെ കഴിവും നിന്റെ ബുദ്ധിയും നിന്റെ പ്രത്യേകതകളും അത് ദൈവത്തിന്റെ ആത്മാവാ കുഞ്ഞ്. അതോ നമ്മൾ തിരുവചനം ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുക, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം. നോക്കി, ഒരു ഇരുണ്ട് മൂടി കിടക്കുന്ന, ബൈബിൾ തുടങ്ങുന്ന അവിടെയാ. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്നു. കൂട്ടാ, നിന്റെ ഇപ്പൊ അച്ഛനീ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അച്ഛൻ പഠിച്ചുകൊണ്ട് വന്ന് അച്ഛൻ പാടിക്കൊണ്ടിരിക്കുകയെന്ന്? ഈ സമയത്ത് അവിടെ ഒരു കൂട്ടം മനുഷ്യരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനേകം മക്കൾ, കഴിഞ്ഞ ചൊവ്വാഴ്ച പുണ്യാള തീർത്ഥാടനത്തിൽ വന്നവര് അനേകം കോൺവെന്റുകളിൽ, അനേക ഇടങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ? അവര് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ 1 മണിക്കൂറിനിടയ്ക്ക് എന്ത് പറയണം? ഒരു 10 മണിക്ക് പറഞ്ഞാൽ തീരത്തില്ല. ഈ സമയത്ത് വേണ്ടത് പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഹല്ലേലൂയ. പെൺകുട്ടിയുടെ സാക്ഷ്യം നിർത്തേ.
പെൺകുട്ടിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കേ, ദൈവത്തിന്റെ ചൈതന്യം. ഡു യു ബിലീവ് ഇൻ ഹോളി സ്പിരിറ്റ്? ഓസ്ബറി യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് കുറച്ച് പിള്ളേർക്ക് പ്രാർത്ഥിക്കാം. അവർ കോളേജിന്റെ ഒരു ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ഉച്ച കഴിഞ്ഞ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അവരിങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക. ദൈവങ്ങളെ തുടർന്ന് ആ പ്രദേശത്തേക്ക് ജനമിങ്ങനെ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യർ വരാൻ തുടങ്ങി. ഒരു 15 ദിവസം 2 ആഴ്ച കഴിഞ്ഞ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇനി ഇങ്ങോട്ട് ആളുകൾ വരാൻ പാടില്ല. വന്നവരാരും തിരിച്ചു പോകുന്നില്ല. അവരൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ദൈവാത്മാവിൽ അവരിങ്ങനെ ആരാധിക്കുകയാണ്. അവര് ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. ഒരു വലിയൊരു ആനന്ദമായിട്ട്. ദൈവങ്ങളെ, പരിശുദ്ധാത്മാവ് സ്നേഹമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പരിശുദ്ധാത്മാവ് സ്നേഹമാണെന്ന്. ക്യാൻ യു ബിലീവ്? ഹോളി സ്പിരിറ്റ് ഈസ് ലവ്. പരിശുദ്ധാത്മാവ് സ്നേഹമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പരിശുദ്ധാത്മാവ് സ്നേഹമാണെന്ന്. നമുക്ക് പരിശുദ്ധാത്മാവ് പ്രതിമയാ, നമുക്ക് പരിശുദ്ധാത്മാവ് പ്രിൻസിപ്പിളാ, നമുക്ക് ശാസ്ത്രമാ പരിശുദ്ധാത്മാവ്, നമുക്ക് തത്വ പരിശുദ്ധാത്മാവ്. നിന്റെ ദൈവം നിന്നെ വാരിപ്പുണരുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പുകയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ആരും കൈയടിക്കും. നന്നായിട്ട് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. കൈ ഉയർത്തിയെന്ന് കൈയടിച്ച മക്കളെ. ഹല്ലേലൂയ. എന്റെ പരിശുദ്ധാത്മാവൊക്കെ ഇല്ലാത്തത്? ഹോളി സ്പിരിറ്റ് ഈസ് ലവ് ഓഫ് ദ ഫാദർ. നമ്മളിങ്ങനെ ആകാശത്ത് തന്നെ പുക വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആകാശത്തു നിന്ന് വരുന്ന പുകയുടെ പേരല്ല പരിശുദ്ധാത്മാവ്. നിന്റെ ചങ്കിന്റെ അകത്ത് ഇങ്ങനെ ഉരുവായിക്കൊണ്ടിരിക്കുന്ന, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എൻ്റെ അടുക്കൽ വരുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഹോളി സ്പിരിറ്റ് ഈസ് ഡിഫറന്റ് മക്കളെ. പരിശുദ്ധാത്മാവിനെ കിട്ടിയവനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരുന്ന ബോർഡാ പരിശുദ്ധാത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊന്നുകളഞ്ഞിരിക്കുക. വീട്ടിനോണ്ടോ നോക്കി ആ പിള്ളേര് പ്രൊഫസറിന്റെ ക്ലാസ്സിൽ പിള്ളേരി എന്നില്ല. പ്രൊഫസർ ഞാൻ എന്റെ സാറേ ഇനി പഠിത്തമൊന്നും ഇല്ല, ഇനി പഠിത്തമൊന്നും വേണ്ടെന്ന്. അവര് പരിശുദ്ധാത്മാവിൽ നിറയുക, അവര് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറയുക, അവരിങ്ങനെ സ്തുതിക്കുക. എന്നിട്ട് എന്ത് പറ്റി? നിരീശ്വരവാദിയായിരുന്നു പ്രൊഫസർ. ഈ സാറ് പള്ളിയിലും പോതിലും പ്രാർത്ഥനയില്ല. കത്തോലിക്ക അപ്പൂനപ്പൂപ്പിനെ കണ്ട കത്തോലിക്കനായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. റിട്ടയർമെന്റ് ഏജ് 65. അദ്ദേഹം പതുക്കെ നടന്ന് പുറകെ പോയിരുന്നു. ഈ സാറ് പുറകെ പോയിരുന്ന പിള്ളേര് പ്രാർത്ഥിക്കുന്നതാണ്. കുറച്ചേരം കഴിയുമ്പോൾ വന്ന് നടുക്കിരുന്നു, കുറച്ചേരം കഴിയുമ്പോൾ വന്ന് മുമ്പിൽ നിന്നു. സാറ് മുമ്പിൽ വന്ന് 2 കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. പറഞ്ഞു, 65 വർഷം ഞാൻ കണ്ടിട്ടില്ലാത്ത, 65 വർഷം ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സ്നേഹം ഞാൻ അനുഭവിക്കുക. ഈ സ്നേഹത്തിൽ നിന്ന് എനിക്ക് വിട്ടുപിരിയാനാവില്ല. ഹല്ലേലൂയ. അവങ്ങളെ പരിശുദ്ധാത്മാവ്, ദിസ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പറഞ്ഞ് പരിശുദ്ധാത്മാവെ കൊന്നുകളഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നാന്ന് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ചങ്കിലായിരിക്കുന്ന അറിയാമോ? അച്ഛൻ മാടപ്പിറാവിന്റെ കൂടിനെ പറ്റി പറഞ്ഞു. കൂടെ എവിടെയാ? പള്ളിയുടെ മുകളിൽ അല്ല മക്കളെ, നിന്റെ ചങ്കില്, നിന്റെ ചങ്കില്, നിന്റെ ചങ്കില്. ഹല്ലേലൂയ. അവിടെ ഈ പരിശുദ്ധാത്മാവ് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ ജീവിതം മാറുമ്പോ ഇത്. ഹല്ലേലൂയ. ഈ 3 മണിക്കൂർ അല്ല 5 മണിക്കൂർ, 5 മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയത്തില്ല. ഒരു 5 ദിവസം ഇരുന്ന് പഠിച്ചാൽ തീരാത്ത കാര്യങ്ങൾ കൊച്ചിന് പെട്ടെന്ന് കിട്ടുക. ദൈവമക്കളെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പറയുന്നത് പോലെ ഒരു കൈകൊട്ടിക്കളിയൊന്നുമല്ല പരിശുദ്ധാത്മാവ്. നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുക പരിശുദ്ധാത്മാവിനെ പറ്റി. നീ കൈ നീട്ടി കരഞ്ഞു പ്രാർത്ഥിച്ച അതിനടിയിൽ നടക്കുന്ന അത്ഭുതത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. നീ കൈ നീട്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ കൈയുടെ അടിയിൽ നടക്കുന്ന അത്ഭുതത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. Do not reduce the Holy Spirit. പരിശുദ്ധാത്മാവിനെ ചെറുതാക്കില്ല. തന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ.
ഒരു ബലഹീനനായ മനുഷ്യന്റെ അധരങ്ങളിലൂടെ, ഒരു പുരോഹിതന്റെ അധരങ്ങളിലൂടെ വാക്കുകൾ അതിലേക്ക് പരിശുദ്ധാത്മാവ് വരിക. ഹല്ലേലൂയ. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പേരെ പരിശുദ്ധാത്മാവ്. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട്, ഒന്ന് ആലോചിച്ച്, നീ ഒരു പിടി മണ്ണാന്നൊക്കെ ഒന്ന് ആലോചിച്ച്, വിഭൂതി ബുധനാഴ്ച നെറ്റിയെ പരട്ടി തന്നിട്ട് നീ മണ്ണാടാപ്പാ. ദൈവമക്കളെ, ആത്മാവ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടിയിലാക്കും, കൊണ്ടുപോയി കുഴിച്ചുവിടും. ആത്മാവ് നഷ്ടപ്പെടും. ഇത് മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ആത്മാവിന്റെ കാര്യമല്ല, നീ ജീവിച്ചിരിക്കുമ്പോ you will lose the flavor of your life. പൗരോഹിത്യത്തിന്റെ സുഖമില്ലെന്ന്, സന്യാസത്തിന്റെ സുഖമില്ലെന്ന്, കുടുംബജീവിതത്തിലെ സന്തോഷമില്ലെന്ന്, ഭാര്യ ഭർത്താവ് കലഹിച്ചു തുടങ്ങുക, മക്കൾ അപ്പനെതിരായിട്ട് വർത്താനം പറയുക, മകൾ അമ്മയ്ക്കെതിരായിട്ട് വർത്താനം പറയുക. when you lose the Holy Spirit, പള്ളിയിലെ ആൾത്താരിലെ സംഭവത്തിന്റെ പേരല്ല പരിശുദ്ധാത്മാവ്, അനുദിന ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മോൻ എൻ്റെ അടുക്ക് വന്നു. അപ്പം വന്നിട്ട് പറഞ്ഞോ, എനിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന, ഉറപ്പിച്ചിട്ടില്ലേ, കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചിന് ക്യാൻസറാണ്. കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചിന് ക്യാൻസറാണ്. ദൈവമക്കളെ, അവൻ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു ഇനി വേണ്ടെന്ന്, അവളും പറഞ്ഞു വേണ്ടെന്ന്, എനിക്ക് ക്യാൻസറാ, നിനക്ക് നല്ല പിള്ളേരെ കിട്ടും, നീ കെട്ടിക്കോ. വീട്ടുകാർ പറഞ്ഞു, നീ എന്നാ കണ്ടുകൊണ്ടാ ഇവളെ കെട്ടാൻ പോണം, ഇവക്ക് ക്യാൻസറാ. കല്യാണം ഉറപ്പിച്ചിട്ട് പോലും ഇല്ല. കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ 1 ആഴ്ച മുമ്പ് ഈ സംഭവം. അവളെ അച്ഛനടുക്ക് വന്നു, എന്നെ അമ്മ കൊണ്ടുവന്നിരിക്കുക മോനെ കൊണ്ട്. അച്ഛൻ പറഞ്ഞു കൊടുക്കും, പിന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കച്ചോ, അവളെ കെട്ടേണ്ടെന്ന് പറഞ്ഞു കൊടുക്കച്ചോ. അമ്മ മാറിയിരിക്കുക, ഇവൻ്റെ കുടുംബക്കാരുമില്ല, ഞാൻ അവനോട് സംസാരിക്കട്ടെ. ഞാൻ മോനെ, ക്യാൻസറുള്ളൊരു പെൺകുട്ടിയെ കെട്ടണോ നിനക്ക്? അവനെന്നോട് ചോദിച്ചാ, മനസ്സമ്മതം കഴിഞ്ഞിട്ട് അവൾക്ക് ക്യാൻസർ വന്നാലോ? അല്ലച്ചാ, കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറയണേ. കണ്ടേ അന്ന്, അവളോട് സംസാരിച്ചു തുടങ്ങിയ അന്ന് അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം ഒന്നേ കഴിഞ്ഞതാ അച്ഛൻ. നീ അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, മോനെ, മനസ്സമ്മതം നടക്കട്ടെ, മോനെ കല്യാണം നടക്കട്ടെ. അമ്മ പറഞ്ഞത് കേട്ടു, നടക്കത്തില്ല ഈ കല്യാണം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, എനിക്ക് ഇവനോട് പറയാനുള്ള, നിനക്ക് അത്രമേൽ ധൈര്യമുണ്ടെങ്കിൽ, നിനക്ക് അത്രമേൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച മക്കളെ. മനസ്സമ്മതം നടന്നു, 5-6 പേര്. കല്യാണം നടന്നു, 10-20 പേര്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരുണ്ട്, ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരോ, അമ്മയൊന്നും വന്നില്ല. കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ കല്യാണം നടത്തി. അവൾ പിന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻസറിന് ചികിത്സയായിരുന്നു. 2 മാസം 3 മാസം കൊണ്ട് അവളുടെ ശരീരത്തിൽ ക്യാൻസർ പോയി. അവർ സുഖമായിട്ട് ജീവിക്കുക. ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല ഇത്, എനിക്ക് 2-3 കഥകൾ ഇത് പറയാനുണ്ട്. ഇതാ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ സ്നേഹം നിന്റെ ചങ്കിൽ നിന്നും ഒഴുകി തുടങ്ങുന്ന അനുഭവത്തിന്റെ കാരണം കർത്താവ് എന്താ ചെയ്ത്? പുഴിമണ്ണ് വാരിയെടുത്തിട്ട് മനുഷ്യന് രൂപം കൊടുത്തിട്ട് അവനെ ആഞ്ഞു ചുംബിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ പകരുന്ന ദൈവത്തിന്റെ ചുംബനത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് ഇതാ. നമ്മൾ വിചാരിക്കുന്ന അതിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് പോകുന്നില്ലേ? ഈ വാൻതുവാൻ പിതാവിന്റെ ജീവചരിത്രത്തില് പുസ്തകം കിട്ടാനുണ്ട്, നിങ്ങൾ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വായിച്ചു. ഒരു ആത്മീയ കഥയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മെത്രാനായി കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുക, ജയിലിൽ അടച്ചു. കമ്മ്യൂണിസ്റ്റ് ജയിലിലാണ്, വിയറ്റ്നാമിലെ ജയിലല്ലേ. അങ്ങനെ ഒരു ദിവസം പട്ടാളക്കാർ പറഞ്ഞു, ഞങ്ങളെ ഒരു പാട്ട് പഠിപ്പിക്കുക. ജയിലിൽ കിടക്കുന്ന പറഞ്ഞു, എങ്കിൽ ലത്തീനിലെ പാട്ട് വേണം ഞങ്ങൾക്ക്.
പാപ്പ അല്ല ഈ മെത്രാനച്ചൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു. ബെനി ക്രിയാത്തോസ് സ്പിരിറ്റോസ്. രാവിലെ നേരത്തെ പാടിയില്ലേ, കുർബാനയ്ക്ക് മുമ്പ് പാടിയില്ലേ, വരിക വരിക പാപനാത്മൻ എന്നിൽ വന്നു വാഴുക. പിതാവ് പറയുക. ഈ കമ്മ്യൂണിസ്റ്റുകാരന് പിന്നെ ഒരിക്കലും പാട്ട് നിർത്താൻ പറ്റിയില്ല. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് ഇവൻ പൊച്ചത്തിൽ പാടും, ഇവന് അർത്ഥമൊന്നും അറിയത്തില്ല. ലത്തീൻ ഭാഷയിൽ ഇങ്ങനെ പാടും. ഈ പിതാവ് സാക്ഷ്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൽ വല്ലാതെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട്, കാരണം രാവിലെയാണോ പകലാണോ ഇരുട്ടുമുഖയിലാണ് കിടക്കുന്നത്. ആ ഇരുട്ടുമുഖയിൽ ഇങ്ങനെ നിരാശപ്പെട്ട് ദൈവമേ എന്തിനു വേണ്ടിയിട്ടായിരുന്നത് എന്ന് ചോദിച്ചിങ്ങനെ കിടക്കുമ്പോ പുറത്തെവിടെ നിന്നോ അയാൾ പാട്ടുപാടാൻ തുടങ്ങും. വരിക വരിക പാവനാത്മൻ എന്നിൽ വന്നു വാഴുക, ദിവ്യപ്രകാശം തൂകി എന്നെ നീ നയിക്കുക. പരിശുദ്ധാത്മാവിന്റെ പാട്ട് കേൾക്കുമ്പോ പിതാവ് പറയുക, എന്നെ ഉണർത്താനായിട്ട് ദൈവം ആ മനുഷ്യനെ പരിശുദ്ധാത്മാവിന്റെ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ പാട്ട് എന്റെ നിരാശയുടെ സമയങ്ങളിൽ എന്നെ ഉണർത്തുകയായിരുന്നു. ഒരു പുതിയ ലോകത്തിന്റെ സൃഷ്ടി പരിശുദ്ധാത്മാവില, മനുഷ്യന്റെ സൃഷ്ടി അത് പരിശുദ്ധാത്മാവില. വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നാല് നമ്മൾ മോശയുടെ കാര്യം പറഞ്ഞു. ഇത് ആളിക്കത്തുന്ന തീയില് തകർന്നുപോയ ജീവിതം പീരുവായിരുന്നു മോശ. പറഞ്ഞല്ലോ ഇന്ന് ഭയപ്പെട്ട് നടന്നവനെ, ഒളിച്ചു നടന്നവനാ മോശ. അപ്പോൾ ഇത് അഗ്നിയിൽ, മുൾപ്പടപ്പിലെ അഗ്നിയിൽ ഇതാ ദൈവം പ്രത്യക്ഷപ്പെടുക. ഹല്ലേലൂയ. അവൻ വിളിച്ച് മോശ, പരിശുദ്ധാത്മാവ് വിളിച്ച് മോശ. മോശ എഴുന്നേറ്റു. മോശ പറഞ്ഞു, ഇതൊന്നും ഞാൻ കാണട്ടെ. വേണ്ട, ചെരുപ്പൂര് മാറ്റ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാ. പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ദൈവമക്കളെ, നിനക്ക് കൈകൊട്ടി പാട്ട് പാടാനല്ല പരിശുദ്ധാത്മാവ്, ജീവിതത്തിൽ ഒരു പുതിയ വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ. ഇന്ന് നീ തകർന്നിരിക്കുന്നെങ്കിൽ, ഇന്ന് നീ ഭീരുവാണെങ്കിൽ, ഇന്ന് നിന്റെ കുടുംബം തകർന്നെങ്കിൽ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. പൊടിച്ച് കുലുക്കം മക്കളെ. പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റാ, പരിശുദ്ധാത്മാവ് തീക്കാറ്റാ. തീ പൊള്ളിയാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ? ഈ കൂടാരത്തിൽ തീ പിടിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഓടും. നിങ്ങൾ ഓടും. തളർന്നു പോയവർക്കുള്ള ജീവന്റെ പേരാ. നിങ്ങള് വീണ്ടും തിരുവചനം വേണമെങ്കിൽ എടുത്തു നോക്കിയാല് എസെക്കിയേൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാം അല്ലേ. എസെക്കിയേലിന്റെ പ്രവചനത്തിന്റെ 37-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊടിമണ്ണായി കിടക്കുന്ന ഒരു സിമിത്തേരിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. രാത്രി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ സിമിത്തേരി നിങ്ങളെ കൊണ്ടുപോയനെ. ഒരു സിമിത്തേരിയുടെ അടുക്കലേക്ക് തമ്പുരാൻ കൊണ്ടുപോയി എസെക്കിയേലിനെ. ചോദിച്ചു, എസെക്കിയേൽ, ഈ അസ്ഥികൾ ഉണങ്ങിക്കിടക്കുക, പകുതി ദ്രവിച്ചു പോയതാ, തീർന്നു പോയതാ പലതും. ചോദിച്ചു, ഇവ ജീവൻ പ്രാപിക്കുമോ? ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. നിങ്ങൾ ഉറ്റുനോക്കുന്ന നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഒരു 10ഓളം കുടുംബമെങ്കിലും എന്നോട് പറഞ്ഞു, മക്കളുടെ വിവാഹമോചനത്തിലാണ്. അത്ഭുതപ്പെടുക മക്കൾ. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി അത്ഭുതപ്പെടുന്നുണ്ട്. എനിക്കറിയാം ഇത് മുഴുവൻ വള്ളുവള്ളി ഇടവെക്കാനല്ല ഇരിക്കുന്നൊന്നും എനിക്കറിയാം. ദൂരദേശങ്ങളിൽ നിന്ന് വന്ന മക്കൾ ഈ കൂട്ടത്തിലിരിപ്പുണ്ട്. ഈ കൺവെൻഷൻ കൂടാൻ വന്നത് അവര് എന്നോട് പറഞ്ഞു. എന്നോട് 10 പേര്, മിനിമം 10 പേര്, 10 കുടുംബം, അപ്പനും അമ്മയും ഇവിടുന്ന് കരയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തെന്ന്, എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ കുടുംബം തകർത്തെന്ന്. ചുരുങ്ങിയത് 5 പേരെങ്കിലും അങ്ങനെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. കുടുംബം തകർന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ പെണ്ണ് ഉപേക്ഷിച്ച് പോയ പുരുഷൻ, ഈ കൂട്ടത്തിൽ ഇവിടെ മിനിമം 5 പേര്. നിങ്ങളോട് 15 പേരോടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 12,000 പേരോട് അല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. I'm talking to you 15 people. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടുമെന്ന്, നിങ്ങളുടെ കുടുംബത്തെ തിരിച്ചു കിട്ടുമെന്ന്, നിങ്ങളുടെ മക്കൾക്ക് കുടുംബം തിരിച്ചു കിട്ടുമെന്ന് ആ ഉറപ്പിന്റെ വരെ പരിശുദ്ധാത്മാവ്. നോക്കി, ഉണങ്ങിയ അസ്ഥി പ്രവാചകൻ കാണുന്നത് സംഭവിക്കുന്ന കാര്യങ്ങളാ. പറഞ്ഞു, നീ പ്രവചിക്ക. 4 വായുക്കളിൽ നിന്നും വന്ന് ജീവശ്വാസമേ, ഹോളി സ്പിരിറ്റ്, ജീവിതത്തിൽ ഒരു തകർച്ച വരും പ്രാർത്ഥിക്കണം മക്കളെ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ.
ജീവിതത്തിൽ ഒരു ദിവസം ഒരു 100 തവണ ഇത് പറഞ്ഞു നടന്നോണം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവ്. പരീക്ഷ എഴുതുമ്പോൾ കൊച്ചു പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. രോഗിയായ വ്യക്തി പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ജീവശ്വാസമേ, നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ മരിച്ചുപോയവരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. നമുക്ക് ബൈബിൾ മുഴുവൻ കഥയായി പോയി മക്കളെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഒരു 100 വർഷമായിട്ടില്ല ബൈബിള് കൈ കിട്ടിയിട്ട്. ഒരു 100 വർഷമായില്ല ബൈബിള് കൈ കിട്ടിയിട്ട്. നമുക്ക് വായിച്ച് നമ്മൾ മടുത്തുന്ന്. ബൈബിള് മടുത്തവന് പരിശുദ്ധാത്മാവില്ല. ബൈബിള് വായിക്കാൻ താല്പര്യമില്ലാത്തവന് പരിശുദ്ധാത്മാവില്ല. ബൈബിള് ചലിപ്പിക്കാത്തവന് പരിശുദ്ധാത്മാവില്ല. ബൈബിള് ചലിപ്പിച്ചവളുടെ പേരാ പരിശുദ്ധമറിയം. ബൈബിള് വചനം ചലിപ്പിച്ചവള്, പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചവളുടെ പേരാ. ആന്റണി അച്ചാച്ചൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനിപ്പം പറഞ്ഞു ബൊമ്മച്ചനെ ഈ പാർട്ടീസ് 4-5 പേര് ദിവസം കോട്ടയം പോയിട്ട് തിരിച്ചു വരിക. 5-6 യുവാക്കന്മാര് കോട്ടയത്തിന് ദിവസവും വൈകുന്നേരം ഇവിടുന്ന് 11 മണിക്ക് പോയിട്ട് ഉച്ചയാകുമ്പം ഈ ഇതെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടി വരിക. ഇവരെല്ലാം കൂലിപ്പണിക്കാരൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേക്കല്ല. ശുശ്രൂഷയുടെ തീ പിടിച്ചവന് ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയവനെ, ഇതിന്റെ ചൂട് കിട്ടിയവന്, ഇതിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടിയവന് അവന് ഇട്ടേച്ചു പോകാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനിയുടെ ദുരിതമാ മക്കളെ ഇത്. This is the curse of the Christian. This is the curse of the Catholics. നമുക്കിത് കിട്ടണില്ല. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടണില്ല. ഇരുന്ന് തിന്നണം പരിശുദ്ധാത്മാവിനെ, ഇരുന്ന് കുടിക്കണം പരിശുദ്ധാത്മാവിനെ. Once you reach there, നീ അവിടെ എത്തിയാൽ ഒന്നും നിന്നെ തൊടില്ല. പറഞ്ഞല്ലേ, പ്രലോഭനങ്ങളെ കഥയല്ലേ വായിച്ചത്. യേശു എങ്ങനെ മരുഭൂമിയിലേക്ക് മടങ്ങിയത്? എങ്ങനെ? ആത്മാവിൽ നിറഞ്ഞു. അവൻ തോറ്റില്ല. പരിശുദ്ധാത്മാവുള്ളവര് തോറ്റുപോവില്ല. ആരുമായിക്കൊള്ളട്ടെ, നീ കൊച്ചെ, ആരുമായിക്കൊള്ളട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മ സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീടിന്റെ ഒരു മൂലയ്ക്കൊന്ന് തീ പിടിച്ചു തുടങ്ങും. നിങ്ങളുടെ വീടിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് തീ പിടിച്ചു തുടങ്ങും. നിങ്ങളുടെ വീടിന്റെ ജനലുകളിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചു തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, പറയുക. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. ഞാൻ ആത്മീയ രഹസ്യം പഠിപ്പിച്ചു തരട്ടെ. വായിക്കുന്ന വചനത്തെ കണ്ണടച്ച് വിശ്വസിച്ചു. വായിക്കുന്ന തിരുവചനത്തെ കണ്ണടച്ച് വിശ്വസിച്ചു. നാളുകൾക്ക് മുമ്പ് സാക്ഷ്യം കിടപ്പുണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച വചനം വ്യാഖ്യ സാമുവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 1-ാം അധ്യായം. സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം, 1-ാം പുസ്തകം 1-ാം അധ്യായം. ഈ സമയത്ത് ഗൾഫ് രാജ്യത്ത് എവിടെയോ ജോലി ചെയ്യുന്നൊരു കുടുംബം, അവർ മടങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം പള്ളിയിൽ പോയിട്ട് പോകുന്നു. ചൊവ്വാഴ്ച പുണ്യാളൻ്റെ അടുത്ത് വന്നിട്ടേ പോകുന്നുള്ളൂ. അവർ തീരുമാനമെടുത്തു. ഞങ്ങൾ അവരവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അവർ വന്ന സമയത്ത് വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. ഹന്നായുടെ നിലവിളിയ, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളില്ല. തിരുവചനം വായിച്ച് തുടർന്ന് പറയുക, ഹന്നാ ദേവാലയത്തിൽ പോയി ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നമുക്കതൊന്ന് സാമുവേൽ വായിക്കണ്ട, പെട്ടെന്ന് നോക്കി പറഞ്ഞാൽ നോക്കിയിട്ട് പറഞ്ഞ് ഇച്ചിരി കൂടെ ക്ലിയറാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിന് 1-ാം അധ്യായം. പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന പോക്കായത്. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ.
അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. വീണ്ടും പറയുക, അവളുടെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരം മാത്രമേ ചലിച്ചു. ഈ ഒച്ച വെളി വന്നില്ല, ചുണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ചവയ്ക്കുന്ന പോലെ ചിലര് പള്ളി വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുണ്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വരം വെളിയിലേക്ക് വരില്ല, സ്വരം സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഭൂമി മുഴങ്ങത്തില്ല, അവളുടെ സ്വരം സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അവള് മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നി. ഏലി പറഞ്ഞു, നീ എന്നെ കാണിക്കണേ, കള്ളം കുടിച്ചാണ് പള്ളി വന്നേക്കുന്നേ. ഹന്ന പറഞ്ഞു, എൻ്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദനയോടെ അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന് മുമ്പിൽ എൻ്റെ ഹൃദയവിചാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഏലി പറഞ്ഞു, സമാധാനമായിപ്പോ, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ദൈവങ്ങളെ തുടർന്നറിയാം, സാമൂലി ജനിക്കുക. ഇത് കേട്ടുകൊണ്ടൊരു കുടുംബം നെടുമ്പാശ്ശേരി നേരെ വീട്ടിൽ പോകാനുള്ളതിനൊന്ന് പള്ളി കുത്തിയിരിക്കുന്നു. അവർ ഈ വചനം കേട്ടു. ആ പെൺകുട്ടിയും ആൺകുട്ടിയും കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലം മക്കളില്ലാത്തൊരു കുടുംബമായിരുന്നു. 8 കൊല്ലമാണെന്ന് എനിക്ക് സാക്ഷ്യമുണ്ട്. നിങ്ങൾ കേട്ട് റെഫർ ചെയ്ത്, എനിക്ക് കൃത്യ എണ്ണമൊന്നും ഓർക്കുന്നില്ല. മക്കളെ, കഴിഞ്ഞ ദിവസം അവർ വന്നു, പള്ളിയിൽ വന്നു. ഒരു സാമൂലിനെയും ഒരു അന്തോണീസിനെയും കയ്യിലെടുത്തുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഈ ആലയത്തിൽ സാമൂലിൻ്റെ കഥയച്ഛൻ പറയുന്നത് കേട്ട് ഞങ്ങളും പ്രാർത്ഥിച്ചു. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, 8 കൊല്ലങ്ങൾക്ക് ശേഷം ഇരട്ട കുട്ടികളെ നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുക. കൈ നോക്കുന്ന പോലെ ഒന്ന് കൈയടിച്ച മകളെ. ഹല്ലേലൂയ. മക്കളെ, ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഇഷ്ടമുള്ള ആള് വിശ്വസിച്ചാൽ മതി. എനിക്ക് നിർബന്ധമില്ല, എനിക്കൊട്ടും നിർബന്ധമില്ലെന്ന്. ചങ്കിക്കൊണ്ടവര് വിശ്വസിച്ചാൽ മതി. ചങ്കിക്കൊണ്ടവന്റെ ചങ്കിലല്ല, ആത്മാവിലും ജീവിതത്തിലുമാ കർത്താവിന്റെ വചനം കൊണ്ടിരിക്കുന്നേ. മക്കളില്ലാത്ത ദമ്പതികളെ കൊടുത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാ പറയുന്നുണ്ട്, മക്കളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലും കൊടുത്തിരിപ്പുണ്ട്. ഒരു 5 കുടുംബങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ, മക്കളില്ലാത്ത ദമ്പതികള്. മകളെ, നിന്റെ ഉദരത്തെ ദൈവം തൊടുന്നെന്ന് നീ 1 സാമുവേൽ 1-ാം അധ്യായം വായിച്ച് നീ പ്രാർത്ഥിച്ചു. 13 ദിവസം വായിച്ചാൽ മതി. നിനക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ അഭിഷേകം ഉണ്ടാകും. അടുത്ത കൊല്ലത്തിലെ മരിയൻ കൺവെൻഷനിൽ ഈ ആൾക്കാർ വന്ന് സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിപ്പുണ്ട്, ഒരു 100 പേര് ഇരിപ്പുണ്ട്. അനുഗ്രഹം കേട്ടു. കെട്ടുപോകും അനുഗ്രഹം കേട്ടോ, കെട്ടുപോകും അനുഗ്രഹം. കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തിയില്ല, കെട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വീണ്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നോഹ ദേശം മുഴുവൻ വെള്ളം മുങ്ങി, എല്ലാം തകർന്നു കഴിഞ്ഞു. എത്രയാ? 18-ലെ വെള്ളപ്പൊക്കമല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ആയിരുന്നു അത് കൂടുതൽ. ഇവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളപ്പൊക്കം മുങ്ങി, എല്ലാം പോയി. പത്തനംതിട്ട ദേശം, ഗാന്ധി ദേശമൊക്കെ മുങ്ങിപ്പോയി, എല്ലാം തീർന്നു പോയതാ. പക്ഷെ ദൈവമക്കളെ, തകർച്ചയുടെ മുകളിൽ സഞ്ചരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിന് 8-ാം അധ്യായത്തിൽ നിന്റെ തകർച്ചയുടെ മേൽ, നിന്റെ ഒരു പാപജീവിതമായിരിക്കാം, നിന്റെ ഒരു സാമ്പത്തിക തകർച്ചയായിരിക്കാം, നിന്റെ ഒരു കുടുംബ തകർച്ചയായിരിക്കാം, നിന്റെ ഒരു ആരോഗ്യ തകർച്ചയായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ജനം വല്ലാതെ തകർന്നു കിടക്കുക. ഈജിപ്തിലാണ് എന്തെങ്കിലും കഴിക്കാനും കിട്ടും, വരുമ്പോ മരുഭൂമി കിടക്കുക. മനുഷ്യൻ തകർന്നു നിൽക്കുമ്പോ പറഞ്ഞില്ലേ, 40 ദിവസം മലമുകളിലേക്ക് മോശപ്രവാചകൻ കയറിപ്പോവുക. ദൈവമക്കളെ, ഒരു തീ ഇറങ്ങിയത്രേ മലയില്, ഒരു തീ ഇറങ്ങിയത്രേ മലയില്, പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്രേ മലയില്. അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രിയങ്കരനായിരിക്കും, നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത ഗണമായിരിക്കും, നിങ്ങൾ എനിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറും, നീ എന്റെ സ്വന്തമായി മാറും. ഹല്ലേലൂയ. ഇസ്രായേൽ ഇസ്രായേലായി മാറി. ഹല്ലേലൂയ. ദൈവമേ, നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധമ്മ
സൂചിപ്പിച്ചു. ലൂക്കാസ് വിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞു അമ്മയുടെ ജീവിതം ഇതെങ്ങനെ സംഭവിക്കും. ഐ ആം നോട്ട് എ ചോസൻ വൺ. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയ ആളല്ല ഞാന്. ജീവിതം മുഴുവൻ കണ്ണീരായിരുന്നു, സങ്കടമായിരുന്നു. ഒരു കല്യാണം പറഞ്ഞത് അതിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാനെങ്ങനെ ദൈവത്തെ ഗർഭം ധരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. ദൈവമക്കളെ, ഞാനും നിങ്ങളും ആദരിക്കുന്ന വണങ്ങുന്ന പരിശുദ്ധമ്മ, അവളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോ വെറും ഗോതമ്പത്തിന്റെ മുകളില് പറയുന്നുണ്ട്. ഈ വാൻതുവാന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ജയിലിൽ കിടക്കുമ്പോ ഇടവകക്കാര് കൊടുത്തുവിട്ട തീപ്പെട്ടിക്കകത്ത് കൊടുത്തുവിട്ട ചെറിയ ഓസ്തി അത് പൊടിക്കും, ചെറിയൊരു കഷ്ണമാക്കി എടുക്കും. വയറ്റുവേദനയ്ക്കെന്ന് പറഞ്ഞ് കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തു വിട്ടേക്കുന്ന അല്പം വീഞ്ഞുണ്ട്. 3 തുള്ളി വീഞ്ഞ് ഇടത് കൈയിലും ഒരു കുഞ്ഞു കഷ്ണം ഓസ്തി വലത് കൈയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇത് ഏതാണ്ട് 8 വർഷക്കാലം ഈ ജയിലറയായിരുന്നു എന്റെ കത്തീഡ്രൽ ദേവാലയം. ഹല്ലേലൂയ. മക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പം പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ പറയുന്നത് ഇങ്ങനെ, നാം കഷ്ടത അനുഭവിക്കുന്ന എല്ലായിടങ്ങളും നമുക്ക് ആഘോഷിക്കാനുള്ള ഇടമായി തീരും. ചേച്ചി ക്യാൻസർ എന്ന് പറയാം, മുഴുവൻ പേര് പറയാം ചേച്ചിക്ക് പേടിയാ. പക്ഷെ ഇന്ന് ഇവിടെ ഇന്ന് ഒറ്റ ഒരാൾക്ക് ധൈര്യമില്ലാഞ്ഞപ്പോ ഈ ചേച്ചിക്ക് ധൈര്യം കിട്ടിയിട്ട് ഇതിലും വലിയ അനുഗ്രഹം കിട്ടി ഇപ്പോൾ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കയറാത്തത്. ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കയറി വരാത്തത്. നോക്കിയേ, പറയുക, നാം കഷ്ടത അനുഭവിക്കുന്ന എല്ലായിടവും നമുക്ക് ആഘോഷിക്കാനുള്ള ഇടമായി തീരും. അത് വയലായാലും അത് മരുഭൂമിയായാലും അത് കപ്പലായ 1500 പേരെ കപ്പലിന്റെ ചരക്ക് കപ്പലിന്റെ അടിത്തട്ടിലിട്ടാ കൊണ്ടുപോയത്. ആലോചിച്ചേ. നമുക്കറിയാം, കഴിഞ്ഞ തവണ എന്തായിരുന്നു യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മളെ പഠിക്കാൻ പോയ പിള്ളേരെയൊക്കെ മീനെടുക്കുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ അകത്ത് സീറ്റെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നിലത്തിരുത്തിക്കൊണ്ട്, നിങ്ങൾക്കറിയോ അത് 100-300 കൊച്ചുങ്ങളെ വെച്ച് യുക്രൈനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയത് എങ്ങനെയാണെന്നറിയാവോ? മീനെടുക്കുന്നത് പോലെ. ഫ്ലൈറ്റ് പോയാ പോയി, വന്നാ വന്നു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കപ്പലായാലും സത്രമായാലും ജയിലായാലും തടങ്കൽപ്പാളയമായാലും പറയുക, അത് ആഘോഷിക്കാനുള്ള ഇടമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ ആഘോഷങ്ങൾ തീരുന്ന പരിശുദ്ധാത്മാവില്ലാതാവുമ്പോഴാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ കഥ പറയുന്നുണ്ട്. അവർ കഥകടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഈശോ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. മുറിവുകൾ അനുഗ്രഹത്തിന്റെ അടയാളമാണെന്ന് ദൈവമക്കൾ വിശ്വസിക്കണം. എന്തുമാത്രം ആത്മഹത്യകളാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം തകർച്ചകൾ, ഡിവോഴ്സസ്, വിവാഹ മോചനങ്ങൾ എന്തുമാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതൊരു അടയാളമാ മക്കളെ. കൂദാശകളോട് താല്പര്യമില്ല. കൂദാശകളെ പറ്റി ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. കുർബാനയോട് നമുക്ക് താല്പര്യമില്ലാതെ ഇല്ലെങ്കിൽ നീ ഇറങ്ങി ഓടുകൂടാ കുട്ടാ. രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് വരാൻ വേണ്ടി നീ ഇറങ്ങി ഓടും വീട്ടിൽ നിന്ന്. ഈ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ദൈവത്തിന്റെ ശക്തി നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാര്, ദൈവമക്കളെ, നമ്മുടെ ഭയം നീക്കാനായിട്ട്, നമ്മുടെ ആകുലതകൾ നീക്കാനായിട്ട് വീണ്ടും അച്ഛൻ ഓർമ്മിപ്പിച്ചു അപ്പോസ്തല നടപടിയുടെ 1-ാം അധ്യായം. നിങ്ങൾ ജെറൂസലേം വിട്ടുപോകല്ല പൊന്നുമക്കളെ. ഈ കൺവെൻഷൻ, ഈ മരീൻ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ ദൈവത്തിന്റെ ജെറൂസലേം വിട്ടുപോകല്ല. ഈ ആൾത്താരെന്ന് പിടിവിട്ടേക്കല്ലേ മക്കളെ, ഈ ആൾത്താരെന്ന് പിടിവിട്ടേക്കല്ലേ. ഹല്ലേലൂയ. ഉറപ്പിച്ചു പറയാ, ഒരു കത്തോലിക്കനായിരിക്കുന്നതിന്റെ ഭാഗ്യം ഒരു ക്രിസ്ത്യാനിയാ. വിശ്വസിക്കണം മക്കളിത്. എൻ്റെ ആലയത്തിൽ എല്ലാ സഭാ വിഭാഗങ്ങളിലും പെട്ടുള്ള മക്കൾ വരുന്നുണ്ട്.
എല്ലാ സഭാവിഭാഗങ്ങളിൽപ്പെട്ട മക്കളുണ്ട്, മറ്റു മതസ്ഥരുണ്ട്. മക്കൾ അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്. സകലരും ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന്. സകലരും കുമ്പസാരം എന്റെ ഉള്ളിലുണ്ട്. എനിക്ക് ലോകമെമ്പാടും ഇരുന്ന് മക്കൾ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ ഉള്ളിൽ ഒരു ദാഹം പറയുക മക്കളെ. ഇത് നിങ്ങളെല്ലാവരും കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ, നിങ്ങളെല്ലാവരും കുമ്പസാര കൂട്ടിൽ അണഞ്ഞ് കുമ്പസാരം സ്വീകരിച്ചിരുന്നെങ്കിൽ ഭാഗ്യം മക്കള്. ഈ സഭയൊരു ഭാഗ്യമാണെന്ന് നിങ്ങൾക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടോ? സകല പിടിയും വിടുമ്പോ നിങ്ങൾ വരില്ല അച്ഛനെ തേടി. ഒന്ന് വരാവോ അച്ഛ, അമ്മ ഒന്നും കഴിക്കണില്ല, അമ്മ ഒന്ന് എഴുന്നേക്കണില്ല, ഒന്ന് വരാവോ അച്ഛ. അച്ഛൻ വരും ഒരു പിടി തൈലവുമായി, അച്ഛൻ വരും ഒരു തിരുവോസ്തിയുമായി, അച്ഛൻ വരും ഒരു 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 സ്റ്റോൾ ഊഹാലയുമായിട്ട്. ഇത് ക്രിസ്തുവിന്റെ പ്രതീകമാ. എന്റെ കൂട്ട, ഈ ഭാഗ്യം നഷ്ടപ്പെട്ടവരെ ഈ അച്ഛൻ സങ്കടപ്പെടാറുണ്ട്. സകലർക്കും ഈ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു ഡിപ്ലോമസിയുടെ വിഷയമൊന്നുമല്ല മക്കള്. ക്രിസ്തുവിനെ എല്ലാവരും അറിയണം, പരിശുദ്ധാത്മാവിനെ എല്ലാവരും അനുഭവിക്കണം. പിന്നെ നിനക്ക് വഴി തെറ്റില്ല പൈതലേ. നിന്റെ കുടുംബത്തിൽ നിന്നൊരു നിലവിളി ഉയരും, അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീട്ടിൽ നിന്നും നിലവിളി ഉയരത്തില്ല. പിന്നെ ജെറുസലേം വിട്ടുപോകല്ല. വായിച്ചു അവ പ്രാതലിന് ശേഷം കുർബാന കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി മാറാനായിട്ട് കഴിവുള്ള പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾക്കറിയോ? അമ്മ മാതാവിൻ്റെ മരിയൻ കൺവെൻഷനാണ്. അമ്മ മാതാവിനെ പറ്റി പറയുന്ന നാല് ദൈവീക ഡോഗ്മാസ്, ഒരു സഭയുടെ ഡോഗ്മാസ് ഒന്ന് പറയണ്ടേ. ഇന്ന് ഈ പരിശുദ്ധാത്മാവിനെ പറ്റി എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കുന്നു? അനേകരുടെ സംശയമാണ്. ഒന്നാമത്തെ ഉത്തരം ഇതാണ്, അവൾ ദൈവത്തിന്റെ മാതാവാണ്. എലീശ പുണ്യവതി പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, സമയമില്ല. എന്റെ കർത്താവിന്റെ അമ്മ. കർത്താവിന്റെ വാക്ക് കുരിയോസ് ഗ്രീക്കില്, യാഹ്വേ ഹീബ്രുവില്. ഈ എലീശ പുണ്യവതി പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ അമ്മ എന്റെ അടുക്കൽ വരാൻ എനിക്കങ്ങനെ ഭാഗ്യമുണ്ടായി. ബൈബിള് മറിയത്തിന് കൊടുത്തിരിക്കുന്ന പേരാമക്കൾ ദൈവമാതാവ്. കണ്ണു അടച്ച് നിങ്ങൾ വിശ്വസിച്ചോ? ബൈബിള് പറയുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ സംശയിക്കണ്ട. ലൂക്കാസ് വിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 43-ാം വാക്യമല്ലേ, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ. ഗലാത്യ ലേഖനം 4:4 പറയുന്നില്ലേ ഈ തിരുവചനം? ദൈവം തൻ്റെ പുത്രനെ ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പിതാവ് അനുവദിച്ചു. ഒരു സ്ത്രീയിൽ നിന്ന് തൻ്റെ മകനെ. യേശു കർത്താവ് ദൈവവുമാണ്, യേശു പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുവിനെ ജനിപ്പിച്ച അമ്മ പൂർണ്ണ ദൈവമായ യേശുവിന്റെ അമ്മ കൂടിയാണ്. AD 431 എഫേസുസ് സുനഗദോസിൽ വെച്ച് പറഞ്ഞ കാര്യം ഇതാ. ഒറ്റ കാര്യമുള്ള, മാതാവിനെ പറ്റി പറയുമ്പോൾ ഓർത്തോ, ഇത് ഈശോയെ പറ്റി പറയാം. ഈശോ പൂർണ്ണ ദൈവമാണ്, ഈശോ പൂർണ്ണ മനുഷ്യനാണ്. നമുക്ക് ഈശോയെ മനുഷ്യനായിട്ട് കാണല്ലോ. ഞാൻ ഇടയ്ക്ക് പ്രശ്നം ഒന്നും ഈശോ നമുക്ക് മാറ്റി നിർത്തിയാലോ, അത്രയ്ക്കൊന്നും ഈശോ മാറ്റി. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവപുത്രനാണ്. വീണ്ടും പറയുന്നത് രണ്ടാമത്തെ കാര്യം, മാതാവിനെ പിന്നെ ഡോഗ്മ ഇതാണ്, മറിയം നിത്യകന്യകയാണ്. പെർപെച്വൽ വെർജിനിറ്റി, ഷീസ് എവർ വെർജിൻ. ഈശോയെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും ഈശോയെ ഗർഭം ധരിച്ചപ്പോഴും ഈശോയ്ക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞും അവൾ കന്യകയായി തുടർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ആ ഒരു രഹസ്യത്തിന്റെ യെശയ്യായുടെ വചനം കോട്ട് ചെയ്യുന്നത്. 7-ാം അധ്യായത്തിൽ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ മിറാക്കുലസ് ബർത്ത് ജീസസിൻ്റെത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നല്ല ഈശോ മിശിഹ ജനിക്കുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. മാലാഖ പറഞ്ഞു കൊടുത്തതാ മാതാവിനോട്. മാലാഖ പറഞ്ഞു കൊടുത്ത ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിക്കാൻ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ മതി. ഒരു ചെന്നൈയിൽ നിന്ന് വന്നതാ, ഡോക്ടേഴ്സാണ്.
ഭാര്യയും ഭർത്താവും വന്നത്. അമ്മയും മരുമകളും കൂടിയാണ്. ഇല്ല, അമ്മയും മകളും കൂടിയാണ് വന്നത്. കുഞ്ഞുങ്ങളില്ല. ഡോക്ടർമാർ രണ്ടുപേരും വളരെ വലിയ ഫേമസ് ഡോക്ടർമാർ, രണ്ടുപേരും വലിയൊരു ഹോസ്പിറ്റൽ ഡോക്ടർമാരാണ്. മക്കളില്ല. പണ്ട് ആദ്യകാലത്ത് കോവിഡിനൊക്കെ മുമ്പ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കൗൺസിലിംഗ് ആരംഭിക്കും. അവിടെ ആളുകൾ തലേ ദിവസം വന്ന് അവിടെ താമസിക്കാൻ കൗൺസിലിംഗിന് ടോക്കൺ എടുത്ത് 8-10 പേരെ കാണത്തുള്ളൂ അങ്ങനെ കൗൺസിലിംഗ് ആയിട്ട്. ഈ അമ്മയും മകളും കൂടെ വന്നു. അവര് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ആ കൂടാരത്തിൽ കിടക്കുക. കൂടാരം കൊതുകിൻ്റെ കൂട. കോട്ടയം പട്ടണത്തിന് നടുക്ക് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന്, റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന്. ഈ അമ്മയും മകളും വളരെ ധനാഢ്യരായ 2 മനുഷ്യർ. അവർ വന്ന് ആ കൂടാരത്തിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നു. പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് കൗൺസിലിങ്ങിന് വന്ന് എൻ്റെ അടുക്കൽ ഇരിക്കുക. സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? എവിടെ ആയിരുന്നു? അന്ന് പുണ്യാളൻ്റെ രൂപം നമ്മുടെ ഇപ്പോഴത്തെ വചന കൂടാരത്തിൽ ഇങ്ങനെ കൂടാരത്തിനകത്തായിരുന്നിരുന്നത്. ആ പെങ്കൊച്ചനോട് പറയുകയാണേ, പുണ്യാളൻ്റെ കാൽ കീഴിൽ കിടന്ന് ഞാൻ ഉറങ്ങിച്ചു. പട്ടുമത്തെ കിടന്ന് ദിവസവും ഉറങ്ങുന്ന പെണ്ണ് പറയുക, നിങ്ങൾ അതൊക്കെ അറിയണമെങ്കിലേ ചങ്കിലി തീ വേണം. ചങ്കിലി തീ വേണം. അല്ലാത്തവർക്ക് എല്ലാ അസൗകര്യങ്ങളാ മക്കളെ. അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അസൗകര്യമാ. ശങ്കില് ദൈവമുള്ളവർക്ക് അസൗകര്യങ്ങളില്ല. കാലിത്തൊഴുക്കും അവൾക്ക് ഇഷ്ടമാണ്. അതാ ഒറ്റി കൊടുക്കലും ഒഴിവാക്കലും തള്ളിപ്പറയലും വാതിലടക്കലും ഒക്കെ അവൾക്ക് ഇഷ്ടമാ. പരാതികൾ പറയത്തില്ല. ചേച്ചി പറയുന്ന കേട്ടു. കാണാം, വെളുപ്പിന് നിൽക്കുക. രാവിലെ എല്ലാം കഴിച്ചു. ഒരു ചപ്പാത്തി കഴിച്ചോ? ഒരു ചപ്പാത്തിയോ? ആ മകളെന്നോട് പറയുക, ചേട്ടനും പിള്ളേർക്കും കഴിക്കാനില്ലായിരുന്നോ? ഞാൻ കഴിച്ചാല് ചേട്ടനും പിള്ളേർക്കും കഴിക്കണ്ടേ? ചേട്ടനും പിള്ളേരും കഴിച്ചിട്ട് ബാക്കി ഒരു ചപ്പാത്തിയും കഴിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണെ, അവള് പരിശുദ്ധാത്മാവുള്ള പെണ്ണ. വീടിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ത്യാഗവും വിഷമങ്ങളും ഒക്കെ കാണാൻ കണ്ണുള്ള പെണ്ണ്. അവള് പരിശുദ്ധാത്മാവുള്ള പെണ്ണ. അവള് ആടിപ്പാടത്തില്ലായിരിക്കും. അവള് താളം പിടിച്ച് പാട്ടുപാടില്ലായിരിക്കും. അവള് പുറകിൽ നിന്ന് വിങ്ങി വിങ്ങി കരയുമായിരിക്കും. ഹൃദയമില്ലാത്ത പാട്ടിനേക്കാളും നല്ലത് ഈ പിന്നാമ്പുറത്ത് ആരും കാണാതെ ഏകലടിച്ച് കരയുന്ന കരച്ചിലിന് ഒരു സംഗീതമുണ്ട്. സ്വർഗ്ഗത്തെ ഉണർത്താൻ കഴിവുള്ള ഒരു സംഗീതം. ഞാൻ അത്ഭുതപ്പെടുക മക്കളെ. ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം വേറെ ഏത് മതത്തിലുണ്ട് മക്കളെ? ഏത് വിശ്വാസത്തിലുണ്ട് ഈ രഹസ്യങ്ങള്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൈസക്കാരൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് സമയം നിർത്താൻ സമയം നമുക്ക് ഞാൻ നിർത്തിയേക്കാം. ഇപ്പം തന്നെ നിർത്തിയേക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിത്യകന്യക, അവള് നിത്യകന്യക. അവളെ കന്യാത്വം ഒരു കമ്മിറ്റ്മെന്റാ മക്കളെ. ദൈവത്തിനുള്ള സമ്പൂർണ്ണ ഇതാ കർത്താവിന്റെ ദാസി. ഇതാ കർത്താവിന് ഒരു വിട്ടുകൊടുക്കൽ. വെല്ലുവിളിച്ചൻ പറയണത് 40 ദിവസം മതി. ഈസ്റ്റർ കഴിഞ്ഞ് നിങ്ങൾ തോന്നിയാസം ജീവിച്ചോ? 40 ദിവസം നിങ്ങൾ ഈ വചനം ഒന്ന് നിങ്ങൾ ഇവിടെ കേട്ട കാര്യങ്ങൾ ഒന്ന് ജീവിച്ചു നോക്കിക്കേ. അതിനപ്പുറം അച്ഛൻ വലിയ ബലം പിടിക്കുന്നില്ല. ഈസ്റ്റർ വരെ ഞാൻ ബലം പിടിച്ചു നോക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, അമലോത്ഭവ മാതാവിന്റെ പള്ളിയായത്. 3ാമത്തെ രഹസ്യം ഇതാണ്. ഷീസ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. 1854 9ാം പീയൂസ് പാപ്പ ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയോ, പുസ്തകം വായിക്കാത്ത, പത്രം വായിക്കാത്ത ഒരു ദേശമുണ്ട് ഫ്രാൻസില്. ആ സ്ഥലത്തിന്റെ പേര് ലൂർദ്. പള്ളിക്കൂടത്തിൽ പോകാത്തൊരു പെണ്ണുണ്ട് അവിടെ. അവളുടെ പേര് ബർണദീത്ത. പട്ടിണിയും യുദ്ധവും ഒക്കെ കൊണ്ട് കൊടുമ്പിരി കൊണ്ട് വിഷമിക്കുന്ന ദേശത്ത് വീട്ടിൽ മുഴുവൻ രോഗവും പട്ടിണിയുമാ. വിറക് പറക്കാൻ പോയ പെണ്ണ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മെത്രാനച്ഛന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, മാതാവ് പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, ഐ ആം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. മെത്രാൻ കേട്ടിട്ടില്ലത്.
പള്ളിയിൽ അച്ഛന്മാര് കേട്ടിട്ടില്ല. പള്ളിക്കൂടത്തിൽ പോകാത്ത പെണ്ണ് മാതാവിനെ പറ്റി സഭയുടെ ഡോഗ്മ പറഞ്ഞു കൊടുക്കുക. അവള് ജന്മപാപമില്ലാതെ ജനിച്ചവള്. ജന്മപാപം, അതാണ് അബലോത്ഭവം. തിന്മയില്ല, പാപം. കാരണം തന്റെ പൊന്നുകുമാരൻ ജനിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോ ഒരു നിർമ്മല കുസുമത്തെ തന്നെ തമ്പുരാന് തെരഞ്ഞെടുക്കണമായിരുന്നു. അത്ഭുതപ്പെടുന്നില്ല മക്കളെ? ഷീസ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. മാലാഖ പറഞ്ഞു, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്. മുഴുവൻ ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവ. ഫുൾ ഓഫ് ഗ്രേസ്. ചിന്ത, ബ്രെയിൻ, കാഴ്ച, ചെവി, കേൾവി, ഹൃദയം, രക്തം, അസ്ഥി, മാംസം, full of grace. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ രഹസ്യം 12-ാം പീയൂഷ്മം 1950 ഇത് പ്രഖ്യാപിക്കുന്നത്. നവംബർ 1-ാം തീയതി. മാതാവ് സ്വകാരൂപിതയാ. പാപം ചെയ്യാത്തവള് ഈ മണ്ണിൽ അഴുകിപ്പോകാൻ സ്വർഗത്തിലിരിക്കുന്ന പൊന്നുകുമാരൻ സമ്മതിച്ചില്ല. താൻ സ്വർഗത്തിലേക്ക് കരേറിയതുപോലെ തനിക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഒരു ജീവിതം മുഴുവൻ പുണ്യമായി കാത്തുപാലിച്ചവള് അവളുടെ ശരീരം അഴുകാൻ പാടില്ല. ആത്മാവോടും ശരീരത്തോടും കൂടി മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം. അച്ഛൻ അവസാനിപ്പിക്കാൻ പോയി, അധികം പറയാൻ നേരമില്ലാത്തത് കൊണ്ട്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തില് നമ്മൾ തിരുവചനം കാണുകയാണ്. ഇതാ സ്വർഗത്തിൽ ഒരടയാളം പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അവിടെ ഒരു വാഗ്ദാന പേടകം കാണപ്പെട്ടു. കൊന്തയൊല്ലുമ്പോ പ്രാർത്ഥിക്കല്ലേ, വാഗ്ദാന പേടകമേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും അടങ്ങിയിരിക്കുന്ന വാഗ്ദാന പേടകത്തിന്റെ പേര് പരിശുദ്ധ മറിയം. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ ഒരു വാഗ്ദാന പേടകം കാണാറായി. മിന്നൽ പിണരുകളും കോശങ്ങളും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൺമഴയും. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വെളിപാടിന്റെ സമയമായി. സ്വർഗത്തിൽ വലിയ ഒരടയാളം കണ്ടു. സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങളെ കിരീടമാക്കിയവൾ. അവൾ പൂർണ്ണ ഗർഭിണിയാണ്. അവളൊരു പുത്രനെ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുക. ദൈവമക്കളെ, ചന്ദ്രനെ ചവിട്ടിപ്പിടിക്കാൻ നിങ്ങള് രാഹുകാലവും ആക്കാലവും ഇക്കാലവും ഒക്കെ നോക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ദേശത്തുണ്ട് അങ്ങനെ. കണിയാനെ കൊണ്ടുവന്ന് നോക്കിയിട്ട് കെട്ടിടം പണിയുന്നവരാണോ നിങ്ങളെന്ന് എനിക്കറിയില്ല. രാഹുകാലമുണ്ടോ നിങ്ങൾക്കെന്ന് എനിക്കറിയില്ല. മന്ത്രവാദമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവരാണോ, അത്രയ്ക്ക് ചെറിയ മനുഷ്യരാണോ നിങ്ങളാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അന്ധവിശ്വാസികളാണോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല. ദൈവമക്കളെ, ഒരു ആത്മീയ രഹസ്യം വെളിപ്പെടുക. നക്ഷത്രങ്ങളല്ല, ഗോളങ്ങളല്ല മനുഷ്യനെ തീരുമാനിക്കുന്നത്. പറയുക, സ്വർഗവും ഭൂമിയും ഇതാ സമഞ്ജസമായി സമ്മേളിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാന പേടകമായി പരിശുദ്ധ മറിയം മാറി. മാതാവ് ലോകമെമ്പാടും പ്രത്യക്ഷപ്പെടുന്നതിന്റെ രഹസ്യം പിടികെട്ടിയോ? അവൾ ഓടി അണയുകയാ. ഇതാ അവളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവൻ. നമുക്ക് അവളുമായിട്ടുള്ള ബന്ധവിതാ മക്കളെ. ക്രിസ്തുവിന്റെ അമ്മ, നമ്മുടെയും അമ്മ. കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ, കുരിശിൽ വെച്ച് അവൻ പറഞ്ഞു തന്നു, ഇതാ നിന്റെ അമ്മയെന്ന്.